നമ്മൾ ഒരുപാട് മീഡിയ കൺസീവ് ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ ഈ മീഡിയ കൺസീവ് ചെയ്യുമ്പോൾ അപ്പോൾ അതിലുള്ള ആൾക്കാരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ്, ലൈക്ക് ഇപ്പോൾ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ഒക്കെ വളരെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് മനുഷ്യർക്ക് തോന്നില്ലേ, ഈവൻ ദോ യു ഡോണ്ട് നോ ദം പേഴ്സണലി. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിന് അങ്ങനെ അറിയാത്തൊരാളോട്, അല്ലെങ്കിൽ എന്നും നമ്മൾ മീഡിയ മാത്രം വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ മോഹൻലാൽ മമ്മൂട്ടി അവരോടൊക്കെ ഉള്ളതാണോ? അതെ അതെ. എന്തുകൊണ്ട് അവരോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ്? അല്ല, ഇപ്പം നമുക്ക് അവരെ പേഴ്സണലി അറിയില്ലല്ലോ. വി റിസീവ് ദം വിത്ത് നമ്മുടെ മീഡിയ അല്ലെങ്കിൽ സിനിമ, വല്ലപ്പോഴും കൊടുക്കുന്ന ഇൻ്റർവ്യൂസ്, ഇതിലൊക്കെ കൂടെ മാത്രം കണ്ടറിയുന്ന ഒരാളോട് ഇങ്ങനെയാണ് മനുഷ്യർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. ശരിയാണ്, അതൊരു നമ്മളതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ. ഇപ്പം നമ്മൾ ഈ മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഇവർ ഈ കേരളത്തിലുള്ള ആളുകൾ എന്നുവെച്ചാൽ കുറേ ആളുകൾ ഇവരെ എംബോഡീഡ് ഇൻബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു തരത്തിൽ ഒരു ദൈവങ്ങളായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു തരത്തിൽ ആരാധന വന്നിട്ടുണ്ട്. അത് പ്രധാനമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റമാണ് സമൂഹത്തിൻ്റെ. ആ നെർവസ് സിസ്റ്റത്തിൽ വർഷങ്ങളായി പതിഞ്ഞവരാണ് അവർ.